നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പതിവിൽ വിപരീതമായി കൃഷിയെക്കുറിച്ചാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ഒരു പ്രമുഖ കർഷകനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്, അതും കാപ്പി കർഷകനെ. കേരളത്തിൽ പാലക്കാടും ഇടുക്കിയും വയനാട് ജില്ലയിലാണ് കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്നത്. അതിൽ അറബി, റോബസ്റ്റ, സീൻഡ്വാർ, 175, കാവേരി, അങ്ങനെ പല വിധത്തിലുള്ള കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്. എങ്കിലും റോബസ്റ്റ കാപ്പി തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിൽ സീൻഡ്വാർ എന്ന് പറയുന്നത് ഞാനും കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നല്ല വിളവ് തന്നെയാണ് ലഭിക്കുന്നത്. അതാണ് സീൻഡ്വാറിനൊരു പ്രത്യേകത. പ്രതികൂല കാലാവസ്ഥയിലും ഒരു മിനിമം ആദായം നമുക്ക് ലഭിക്കും. ഇന്ന് ഞാനിവിടെ കൃഷിയെ പരിചയപ്പെടുത്തുന്നത് കാപ്പി കൃഷിയിലെ മാതൃകയാക്കാൻ പറ്റിയ ഒരു കർഷകനെയാണ്. അതിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യം, ഈ കാപ്പിത്തോട്ടം തുടക്കം മുതൽ എൻ്റെ ശ്രദ്ധയും കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹം പാലിച്ചിരുന്നു എന്നുള്ളതാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഒരു കർഷകൻ എന്ന നിലയിലും അതും മലപ്പുറത്ത്, വയനാട്ടിലല്ല, മലപ്പുറത്ത് കൊടും വെയിൽ അനുഭവപ്പെടുന്ന തൃശ്ശൂർ NH സൈഡിലായിട്ട് വെട്ടിച്ചിറ എന്ന സ്ഥലത്ത്, കാടാമ്പുഴയിലേക്ക് തിരിയുന്ന ആ ഭാഗത്ത്, തൃശ്ശൂരേക്ക് നേരിട്ട് പോകുന്ന സ്ഥലത്ത് ഇടതുവശത്ത് ഒരു 4 ഏക്കർ കാപ്പിത്തോട്ടമുണ്ട്. അത് കാപ്പി മാത്രമല്ല, തെങ്ങും അതേപോലെ തന്നെ കുരുമുളകും കൃഷി ചെയ്യുന്ന ഒരു ബഹുവിള കൃഷിത്തോട്ടമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കുഞ്ഞുവാവ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഖാൻ എന്ന കർഷകനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. കണ്ടോളൂ അദ്ദേഹത്തെ. നമ്മളെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ അവിടെ? മൊത്തത്തിലുള്ള കുടുംബത്തിന്റെ വിശേഷങ്ങൾ അങ്ങനെ പോകുന്നില്ല. അതല്ലേ, പിന്നെ ആർക്കും എത്തും. നമുക്കാരൊന്നും ഈ രാഷ്ട്രത്തിനൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവരും ഒരേ റെഡി നിൽക്കും. അപ്പൊ ഈ കാപ്പിത്തോട്ടത്തിന്റെ ലാഭനഷ്ടങ്ങളൊക്കെ എങ്ങനെയാ, എന്താണ് സ്ഥിതി? അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഒരു കൃഷിയായിട്ട് അങ്ങനെ കൊണ്ടു നടക്കാം അല്ലേ? ഇതിന് രാസവളം ഒന്നും ഉപയോഗിക്കാറില്ല. കഷ്ടംബോസ് ഇടും, അത്രയേ ഉള്ളൂ. ബാക്കി തെങ്ങിനിടുന്ന വളമാണ് ഈ കാപ്പി അതുണ്ടാവും. അപ്പൊ ആ വളം മാത്രമേ ഉള്ളൂ, വേറെ വളം ഒന്നും ചെയ്യാറില്ല. അതെ അതെ, തെങ്ങ് നിറയെ തെങ്ങുണ്ട്. നല്ലിടം. അതല്ലാതെ വേറെ വളമൊന്നും കാപ്പിക്ക് ചെയ്യാറില്ല. പിന്നെ കുരുമുളക് വള്ളി പണ്ടേ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ ഇടക്കാലത്ത് ഒന്ന് പോയിരുന്നല്ലോ അല്ലേ? എന്നിട്ട് പിന്നെയും വെച്ച് പിടിപ്പിച്ചതാണ്. ഞാൻ അന്നൊക്കെ വരുമ്പോ അതല്ലേ, 22 വർഷങ്ങൾക്ക് മുൻപ് ഒരു യാത്രയിലാണ് എൻ്റെ ഈ കൃഷിയിടം എനിക്ക് കാണാൻ പറ്റിയത്. സാധാരണ നമ്മളങ്ങ് കണ്ട് അങ്ങ് മറഞ്ഞു പോവുകയാണ് എല്ലാ കാഴ്ചകളും. പക്ഷേ ആ കാപ്പിത്തോട്ടം എൻ്റെ മനസ്സിൽ ഉടക്കി. കാപ്പിയാണെന്നൊന്നും മനസ്സിലായില്ല. ഒരു വിശാലമായ തെങ്ങും പറമ്പിൽ എന്തോ നട്ടിരിക്കുന്നു. അത് നന്നായിട്ട് വളർന്നിട്ടുമുണ്ട്. പിന്നെ ഞാനൊരു ദിവസം ഇത് കാണാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും അതൊരു വ്യത്യസ്തതയുള്ള എന്തോ കൃഷിയാണ് അവിടെ കൃഷി ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ഞാനങ്ങനെ മുഹമ്മദ് ഖാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വയനാട്ടിലൊക്കെ ഉള്ള കൃഷിയിടത്തിലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു കാഴ്ചയായിരുന്നു. വെച്ചിട്ട് 3-ാം വർഷമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ കാപ്പിത്തോട്ടം. എൻ്റെ മനസ്സിൽ പറഞ്ഞ പോലെ തന്നെ അത് കാപ്പി തന്നെയായിരുന്നു. എങ്ങനെയാണ് ഇവിടെ കാപ്പി കൃഷി ചെയ്യുന്നത്? ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ആ പറമ്പിലേക്ക് കയറി ചെന്നത്. കയറി മുറ്റത്തെത്തിയപ്പോൾ നമ്മുടെ വയനാട്ടിലൊക്കെ ഒരു 10 വർഷം മുമ്പ് കാണുന്ന കാഴ്ച പോലെ ആലയിൽ കുറേ പശുക്കളും
കുറേ പുല്ലും. അങ്ങനെ വീടിൻ്റെ മുറ്റത്തെത്തി. ഞാനിങ്ങനെ ഈ കാപ്പിത്തോട്ടം കൃഷി കണ്ടപ്പോൾ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് കാക്കി വളരെ സന്തോഷമായി. കയറി ഇരിക്കാൻ പറഞ്ഞു. ഒരു ഗ്ലാസ് പാലാണ് എനിക്ക് കൊണ്ടു തന്നത്. അന്ന് പശു ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ മുഹമ്മദ് കായി പരിചയപ്പെടുകയും എങ്ങനെയാണ് ഈ കാപ്പി കൃഷി ഇവിടെ തുടങ്ങാനുണ്ടായ സാഹചര്യമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതൊരു വിചിത്രമായ കാര്യമായിരുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കർഷക തൊഴിലാളി ഗൂഡല്ലൂരിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു. അദ്ദേഹം ഒരു പ്രാവശ്യം വരുമ്പോൾ കുറേ കാപ്പിത്തൈയുമായിട്ടാണ് ഗൂഡല്ലൂരിൽ നിന്ന് വന്നത്. ഇതിൻ്റെ ഉടമ മുഹമ്മദ് ഖാൻ, ഇവിടെ കാപ്പിയൊന്നും നടണ്ട, പറമ്പൊക്കെ നാശാവും, ഉള്ള നാളികേരം തന്നെ നാശാവും, കിട്ടുന്നത് ഇല്ലാണ്ടാവും, കാപ്പിയൊന്നും ഇവിടെ പിടിക്കില്ല, ഇത് മലപ്പുറം ജില്ലയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മുഹമ്മദ് എന്ന ആ തൊഴിലാളി, മുതലാളിയെ ഇത് എന്തായാലും ഞാനിവിടെ നട്ടിരിക്കും, ഇതുണ്ടാവും, ഞാനല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് ആ കപ്പിത്തൈ അവിടെ നടുകയാണ് ഉണ്ടായത്. പിന്നത്തെ വർഷം വരുമ്പോഴും ഇതേപോലെ കാപ്പിത്തൈ കൊണ്ടുവന്നു. എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഇയാൾ പോകും, കാപ്പിത്തൈ കൊണ്ടുവരും. മുഹമ്മദ് കാക്കി തടുക്കാൻ പറ്റിയില്ല. കാരണം 3-ാം വർഷം നന്നായി വളർന്നു വന്ന കാപ്പിച്ചെടിയിൽ കായ പിടിച്ചു. നമ്മൾ വയനാട്ടിലൊക്കെ കായ പിടിക്കും പോലെ. അപ്പം പിന്നെ ഏതായാലും കൃഷിയാവാം, മാത്രമല്ല പറമ്പ് കാട് മുളയ്ക്കുന്നതില്ലാതാവും എന്നുള്ളതൊരു പ്രതീക്ഷ മുഹമ്മദ് കാക്കി ഉണ്ടായി. ശരിക്കും ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ കാപ്പിച്ചെടിയെല്ലാം കാട് കെട്ടിക്കിടക്കുന്നൊരവസ്ഥയെ കണ്ടു. എന്തായാലും വേണ്ടില്ല, ഒന്ന് അവിടെ കയറി എൻ്റെ വാഹനം അങ്ങോട്ട് തിരിച്ചു വിട്ടു. അവിടെ എത്തി മുഹമ്മദ് ഖാനോട്, കാപ്പി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, കാപ്പി നമ്മൾ കൈവിട്ടാൽ 10-12 അടി ഉയരം വരും, കൊൽക്കാപ്പിയാവും, ഇതൊരു ബോൺസായി ചെടിയാണ്, ഇതൊരു ചെടിയെ പരിപാലിക്കുന്നത് പോലെ പരിപാലിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് വിളവ് കിട്ടുള്ളൂ, എന്തായാലും നിങ്ങൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയില്ലേ എന്ന് പറഞ്ഞ് മുഹമ്മദ് ഖാനെ ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്തു. കാപ്പിയുടെ ചെടിയുടെ നടുക്ക് വെയിൽ കിട്ടണം, കാപ്പി ചെടിയെ ദിശയിൽ മാറ്റി കൊടുക്കണം, കാപ്പി ഉണ്ടായ കമ്പുകൾ കോതിക്കൊടുക്കുക, കവാത്ത് എന്നാണ് ഞങ്ങൾ വയനാട്ടിൽ പറയുക, കൊമ്പ് കോതൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ അദ്ദേഹത്തിന് അത്ഭുതത്തോടു കൂടി അദ്ദേഹം കേട്ട് ആകാംക്ഷയോടുകൂടി അദ്ദേഹം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു. എനിക്ക് പറയാനൊരു സന്തോഷവും തോന്നി. കാരണം ഞാനൊരു കർഷകനാണല്ലോ, എനിക്കിതുപോലുള്ളൊരു അവസരം കിട്ടുമ്പോൾ അത് ഞാൻ ശരിക്കും അവർക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കൃഷിക്കാരൻ മുത്തു എന്ന് പറയുന്ന തമിഴ് വംശജനായിട്ടുള്ള മുത്തു, തഞ്ചാവൂർ, തിരുച്ചെന്തൂർ, തൃത്തപ്പുണ്ടി താലൂക്കിലെ മുത്തു എന്ന കർഷകൻ ഇന്ന് 2025 ആകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒപ്പരം തന്നെയുണ്ട്. ആ തഞ്ചാവൂരുകാരൻ ഈ കാപ്പി കൃഷി പഠിച്ചിരിക്കുന്നു, ഒപ്പം തെങ്ങ് കൃഷിയും കുരുമുളക് കൃഷിയും പഠിച്ചിരിക്കുന്നു. മുഹമ്മദ് ഖായും കാപ്പി കൃഷിയും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായ തെങ്ങും കുരുമുളകും കൈവിട്ടിട്ടില്ല. കാപ്പിയോടൊപ്പം ഇവയും കൃഷി ചെയ്യുന്ന കാഴ്ച മനോഹരമാണ്. ഞാനീ പറഞ്ഞു കൊടുത്തത്, ഞാനന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്തു കൊടുത്തത്, കാപ്പിക്ക് നല്ല വെളിച്ചം കിട്ടണം, കാറ്റോട്ടം കിട്ടണം, ചെടിയുടെ സെൻറ്റർ തുറക്കണമെന്ന് പറഞ്ഞു കൊടുത്തത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയ അറിവായിരുന്നില്ല. 99 കൽപ്പറ്റ കോഫി ബോർഡിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, 2 ദിവസത്തെ. ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ വെച്ചിട്ട് അവരുടെ കാപ്പി എസ്റ്റേറ്റിൽ വെച്ചിട്ട് ഈ കവാത്തെടുക്കുന്ന രീതിയെക്കുറിച്ച് ഒരു ദിവസത്തെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ആ ഡെമോൺസ്ട്രേഷനാണ് കാപ്പിച്ചെടിയെ ഇങ്ങനെയൊക്കെ പരിപാലിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അന്നാണ് സീൻഡുവർ എന്ന കോഫിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ ആ ട്രെയിനിങ് പീരീഡിൽ തന്നെ സീൻഡുവർ കോപ്പി തൈ ഞാൻ അവിടെ നിന്ന് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. വീട്ടിൽ വന്ന് അച്ഛനോടെല്ലാം കാര്യങ്ങൾ പറയുകയും, അച്ഛൻ ഈ റോബസ്റ്റ മാത്രം കൃഷി ചെയ്യുന്ന കർഷകനായിരുന്നു, അച്ഛനോട് ഇതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്കുകയും, അതുവരെ അച്ഛൻ കൽപ്പറ്റ കോഫി ബോർഡ് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ക്ലാസ്സിലൊന്നും അച്ഛൻ പങ്കെടുത്തിരുന്നില്ല. എത്രയോ വർഷത്തെ പരിചയമുള്ള
കർഷകനായിട്ട് പോലും കാപ്പി കൃഷിയെക്കുറിച്ചൊരു ബോധവൽക്കരണ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അച്ഛന് പറ്റിയിട്ടില്ല. അത് അച്ഛനെന്നല്ല പല കർഷകർക്കും കഴിഞ്ഞിട്ടില്ല, പല കർഷകർക്കും ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കെന്തോ ചെറുപ്പത്തിൽ അതുപോലത്തെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ തോന്നി, ഞാനതിൽ പങ്കെടുത്തു. അതിൽ കൃത്യമായി ഈ കാപ്പിച്ചെടിയുടെ പിന്നെ A to Z കാര്യങ്ങൾ അന്ന് മനസ്സിലാക്കുകയും അന്ന് രാമേന്ദ്രൻ സാറൊക്കെ വളരെ നന്നായിട്ട് ക്ലാസ് എടുത്ത് തന്നിരുന്നു. അതുപോലെ തന്നെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, പേരെനിക്ക് ഓർമ്മയില്ല. വളരെ നന്നായിട്ടാണ് അദ്ദേഹം ആ കോഫി ബോർഡിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾക്ക് 10-40 പേരുള്ള ഞങ്ങളോട് പെരുമാറിയതും. അതൊരു ക്ലാസ് എന്നുപരി നല്ലൊരു കൃഷിയിടത്തിൽ കഴിഞ്ഞുകൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അന്നാണ് കാപ്പിത്തോട്ടം എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് പരിപാലനം ചെയ്യാം, കാപ്പിത്തോട്ടം എങ്ങനെ വേണം, കാപ്പിത്തോട്ടത്തിലെ ഷെയ്ഡ് എങ്ങനെ നിയന്ത്രിക്കാം എന്നൊക്കെ മനസ്സിലാക്കിയത് അവിടെ വെച്ചിട്ടായിരുന്നു. ആ ഒരു കൃഷി അറിവുകൾ വെച്ചിട്ടാണ് ഒരു 2.5 ഏക്കർ തോട്ടം റോബസ്റ്റ വെട്ടിക്കളഞ്ഞിട്ട്, പഴയ ചെടിയായിരുന്നു, പഴയ ചെടിയെല്ലാം വെട്ടിക്കളഞ്ഞ് അച്ഛനും ഞാനും കൂടി C&R കോഫി വയ്ക്കുകയും നല്ല വിളവ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. C&Rന് അത് ഞങ്ങൾക്ക് നനയ്ക്കാൻ പറ്റുന്ന സ്ഥലത്തല്ല കാപ്പിത്തോട്ടമുള്ളത്. അതുകൊണ്ട് എന്നിരുന്നാലും പ്രതികൂല കാലാവസ്ഥയിലും നല്ല വിളവ് ഈ C&R എന്ന കോഫി കിട്ടുന്നുണ്ട്. പിന്നെ റോബസ്റ്റ പഴുക്കുന്നതിന് മുമ്പായിട്ട് പഴുക്കും, അതൊരു ന്യൂനതയല്ല. ഒരു ഡിസംബർ മാസത്തോടു കൂടി തന്നെ C&R വിളവെടുക്കാം. അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട്. ഈ C&R ചെടികൾ വലിയ കീടബാധ ഏൽക്കാത്തൊരു ചെടിയും കൂടിയായിട്ടാണ്, റോബസ്റ്റയെ പോലെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു കാപ്പിച്ചെടിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ട്രെയിനിങ് കിട്ടിയ ഈ പരിചയം, എൻ്റെ കൃഷിയോടുള്ള താല്പര്യവും ഞാൻ ഈ മുഹമ്മദ് കൈക്ക് പറഞ്ഞു കൊടുക്കുകയും ഡെമോൺസ്ട്രേഷൻ 2-3 ചെടി അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ എല്ലാ സമയത്തും ആ കാപ്പിത്തോട്ടം ശ്രദ്ധിക്കാതെ ഞാൻ എൻ്റെ പോക്കില്ല. അവിടെ എത്തുമ്പോൾ ഞാൻ എന്തായാലും അത് ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെ ഇടക്കാലത്തൊന്ന് പോയിരുന്നു. ഇടക്കാലത്ത് പോയപ്പോൾ പിന്നെ അതും വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള കഥയാണ്. പിന്നെ കുരുമുളകെല്ലാം അദ്ദേഹത്തിന് നല്ലോണം മാതൃകയായിട്ട് കുരുമുളക് കൃഷി ചെയ്തിരുന്ന ഒരു കർഷകനായിരുന്നു. അതെല്ലാം ദ്രുതപാട്ടം വന്ന് കേടുവന്നു പോയ കാഴ്ച, അതിൻ്റെ ദുഃഖം ശരിക്കും അറിയുന്ന ഒരാളാണ് ഞാൻ. വയനാട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ച കവുങ്ങും അതുപോലെ തന്നെ വെച്ച് പിടിപ്പിച്ച കുരുമുളകും നഷ്ടപ്പെട്ടത്, അതിൻ്റെ വ്യസനം ഇന്നും മാറാത്തൊരു കർഷകനാണ് ഞാൻ. അപ്പോൾ നമ്മൾ തന്നെ വെച്ച് പിടിപ്പിച്ച ഡാഡപ്പെന്ന മുരുക്ക് അല്ലെങ്കിൽ സിൽവർ ഓക്ക്, ഇതിലൊക്കെ കുരുമുളക് വെച്ച് വെള്ളി പിടിച്ച് 3-ാം വർഷം 4-ാം വർഷം 5-ാം വർഷമായി മുളകെല്ലാം നല്ലൊരു എടുക്കുന്നതിന് മുമ്പ് ഒന്നിച്ച് ദ്രുതപാട്ടം വന്ന് നശിച്ചു പോയിരിക്കുന്നു നമ്മുടെ തോട്ടത്തിൽ. പിന്നീട് ആ മുരുക്കുകളെല്ലാം വെട്ടി മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോഴും തുടർച്ചയായും കുരുമുളക് നടുന്നു, കുരുമുളക് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു. ദ്രുതപാട്ടത്തിന് നല്ലൊരു മരുന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഇഞ്ചി കൃഷിയിൽ മൂട് ചെയ്യലിന് ഒരു മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു, അതിൽ തളിക്കേണ്ട മരുന്നുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് ശരചന്ദ്രൻ വയനാട് എന്ന് പറയുന്ന കൃഷിക്കാരൻ 2 ഏക്കർ ഇഞ്ചി നട്ടിട്ട് 5 ലക്ഷം നഷ്ടം വന്നു, മുഴുവനും കേടുവന്നു പോയി എന്ന ഒരു വാർത്തയും കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ കണ്ടു. എന്തായാലും ഈ മുഹമ്മദ് കയെക്കുറിച്ച് നിങ്ങൾ അറിയണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ മുത്തുവയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് എൻ്റെ ഒരു താല്പര്യമാണ്. അപ്പോൾ നമ്മൾ ഈ കൃഷിയിടത്തിലേക്ക് തന്നെ പോകാം. ഞാൻ ഈ പറഞ്ഞു കൊടുത്തതുപോലെ സെൻറ്റർ തുറന്ന് ആ കാപ്പിച്ചെടി ഒന്ന് കാണണം. അതും മലപ്പുറം ജില്ലയിലാണ്, അതും കൊടും വെയിൽ കിട്ടുന്ന, നനയ്ക്കാൻ പറ്റാത്ത, ഒരൊറ്റ ചെടിക്ക് പോലും നനയ്ക്കാൻ കഴിയാത്ത സ്ഥലത്താണ് ഈ കാപ്പിച്ചെടികൾ ഒരുവിധം നല്ല വിളവ് എല്ലാ വർഷവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറുകിട കർഷകരാണല്ലോ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷിയിലുള്ളത്. വയനാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ചെറുകിട കൃഷിക്കാരാണ്. ഇനി വൻകിട കൃഷിക്കാരായിക്കോട്ടെ, ചെറുകിട കൃഷിക്കാരായിക്കോട്ടെ, കൃഷി തൊഴിലാളികളായിക്കോട്ടെ, ഇതിൽ കവാത്തെടുക്കുന്ന വ്യക്തികളായിക്കോട്ടെ, അവർക്കൊന്നും ഒരു ട്രെയിനിങ് പ്രത്യേകം കിട്ടുന്നില്ല. അവരും അവരുടേതായ രൂപത്തിൽ അവരെ ആരോ മൂപ്പനാരോ പഠിപ്പിച്ചോ അതിനനുസരിച്ച് അങ്ങനെ തുടർന്നു പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. എങ്കിൽ കൂടി ഇത്തരം കവാത്ത് രീതി ഈ വീഡിയോ എങ്കിലും നിങ്ങളൊന്ന് അവരെ കാണിച്ചു കൊടുക്കണം. കാപ്പിച്ചെടിയെ ഈ രൂപത്തിലേക്ക്, ബോൺസായി ആണ് സത്യത്തിൽ ജപ്പാൻകാർ തുടങ്ങി വെച്ച ചെടികളെ എങ്ങനെ ക്രമീകരിച്ച് വളർത്താം എന്ന് ജപ്പാൻകാരാണ് പഠിപ്പിച്ചത്. അവരാണ് ബോൺസായി എന്ന ഒരു രൂപം കൊണ്ടുവന്നത്. അവർ പൂച്ചെടികളിലായിരുന്നു ആദ്യം കൊണ്ടുവന്നത്, പിന്നെ ഫലവർഗ ചെടികളിലേക്കായി.
ഇപ്പോൾ നമ്മൾ റംബുട്ടാനൊക്കെ കൃഷി ചെയ്യുന്നു. റംബുട്ടാനൊക്കെ കൃഷി ചെയ്യുന്ന പല കർഷകരും വെട്ടാതെ വിട്ടിരിക്കുക ചെടി. അപ്പോഴെന്തുണ്ട്, വവ്വാല് വന്നിട്ടും അവർ പക്ഷികൾ വന്നിട്ടും ഒക്കെ കൊണ്ടുപോകും, പറിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. റംബുട്ടാനൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു 3 അടി അല്ലെങ്കിൽ 4 അടി എത്തുമ്പോൾ തന്നെ ശിഖരങ്ങൾ വളർത്തിയെടുക്കണം. തലപ്പ് വെട്ടിക്കൊടുത്ത് ശിഖരങ്ങൾ വളർത്തിയെടുത്ത് ഓരോ വർഷവും കായുണ്ടായിരുന്ന കൊമ്പുകൾ കോതിക്കൊടുക്കണം. അതുപോലെ 5-6 വർഷങ്ങൾ തുടർച്ചയായി വിളവെടുത്ത റംബുട്ടാൻ ചെടികൾ പ്രൂണിങ് നിർബന്ധമായിട്ട് നടത്തണം. അപ്പോൾ അടുത്ത് നടാം റംബുട്ടാൻ ചെടികൾ. ശരിക്കും ഒരു 8 മീറ്ററോളം അകലം പാലിക്കണം എന്നൊക്കെയാണ് റംബുട്ടാൻ ചെടി പറയുന്നത്. അത് നമുക്കൊരു 6 മീറ്ററിലൊക്കെ ഒതുക്കാം. അങ്ങനെയാണെങ്കിൽ വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ പേരക്കയിലും നമ്മുടെ പ്ലാവിലും എല്ലാം ഈ രീതി നമുക്ക് കൊണ്ടുപോരാം. മാവൊക്കെ വളർന്നിട്ട് നമുക്ക് മാങ്ങ നമുക്കൊരിക്കലും ലഭിക്കുന്നില്ല. അതേ സമയത്ത് മാവ് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ മാവുകളൊക്കെ ഒരു 10-12 അടിയിൽ, മാക്സിമം പോയാൽ 10 അടിയിൽ നിർത്തും. അതിനുള്ളിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. വെട്ടി ഒതുക്കി കൊടുക്കും. ബോൺസായി ആക്കാൻ പറ്റാത്ത 2 ചെടികളേ ഉള്ളൂ. ഒന്ന് കവുങ്ങും ഒന്ന് തെങ്ങും. ഇത് 2 തലപ്പ് മുറിക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം ബോൺസായി ആയി വളർത്താം. നമ്മളെ വീട്ടുമുറ്റത്ത് വളർത്തുന്ന ചെടികളെല്ലാം വെട്ടിക്കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു പയറ് ചെടി പോലും അതിൻ്റെ അടിയിലത്തെ ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് തലപ്പ് വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ശിഖരങ്ങൾ ഉണ്ടാവും. പുതിയ ശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ പൂക്കൾ ഉണ്ടാവും, പുതിയ കായ്കൾ ഉണ്ടാവും. അത് മത്തൻ ചെടിയായാലും മത്തനൊക്കെ നട്ടു വളർത്തിയാൽ നമ്മളങ്ങനെ നീട്ടി കൊണ്ടുപോകും. അതൊക്കെ തലപ്പ് മുറിച്ചു കൊടുത്താൽ പുതിയ തെഴുപ്പുകൾ ഉണ്ടാവും. ചാണകം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തെഴുപ്പുകൾ ഉണ്ടാവും. അപ്പോൾ കൃഷിയെക്കുറിച്ച് നമുക്ക് വളരെയേറെ അറിയാനുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാനീ പറഞ്ഞ കാര്യം ഒരു നല്ല കർഷകനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞിട്ട് അത് കൃത്യമായി പരിപാലിക്കുന്ന ഒരു കർഷകൻ. ആ കർഷകൻ്റെ കൃഷിത്തോട്ടം കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു സത്യത്തിൽ. കാരണം എൻ്റെ വയനാട്ടിലുള്ള കൃഷിയിടത്തിൽ ഇതുപോലെ കവാത്ത് ചെയ്ത് കൃഷിയിടത്തിലെ ചെടികൾ ഇതുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം എനിക്കുണ്ട്. പക്ഷേ ഈ തോട്ടം കാണുമ്പോൾ മറ്റൊരു സന്തോഷം എനിക്കുണ്ട്. ഞാൻ കാരണം ഈ ചെടികൾ ഇതേ രൂപത്തിൽ, ഞാൻ ഉദ്ദേശിച്ച അതേ രൂപത്തിൽ, അല്ലെങ്കിൽ എനിക്കന്ന് കോഫി ബോർഡിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിൽ കിട്ടിയിട്ടുള്ള അറിവ് കൃത്യമായി പരിപാലിച്ചു കൊണ്ടുള്ള ഒരു കാപ്പിത്തോട്ടം ഈ മലപ്പുറം ജില്ലയിൽ ഈ ഹൈവേയിൽ ഇപ്പോഴത്തെ എൻ എച്ചിൽ സൈഡിൽ കാണാമെന്നുള്ളത് മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. 4 ഏക്കർ കാപ്പിത്തോട്ടമാണിത്. ഈ മുഹമ്മദ് ഖാൻ്റെ കാപ്പിത്തോട്ടം 4 ഏക്കറയാണ്. ഈ 4 ഏക്കർ കാപ്പിത്തോട്ടം മുഴുവനും തെങ്ങുണ്ട്, കാപ്പിയുണ്ട്, അടഞ്ഞ കാപ്പിയാണ്. പിന്നെയുള്ളത് കുരുമുളകാണ്, സമ്മിശ്ര വിളകളാണ്. അതിൽ കുരുമുളക്, ഇടക്കാലത്ത് കുരുമുളക് കേടുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഈ കുരുമുളകൊക്കെ ഇങ്ങനെ കേടുവന്നു പോകുന്നതെന്ന്. അന്ന് ആ നിഷ്കളങ്കനായ കർഷകൻ എന്നോട് പറഞ്ഞത്, നിങ്ങളെന്താ ഈ പറയുന്നത്? തലങ്ങും വിലങ്ങും അല്ലേ വിമാനം പോകുന്നത്, പിന്നെ കുരുമുളകിന് കേടുവരാതിരിക്കുക? നിഷ്കളങ്കമായ, ചിരിക്കണ്ട, നിഷ്കളങ്കമായ ഒരു കർഷകൻ്റെ വേദനയാണ് ആ പറഞ്ഞത്. വിമാനം പോയത് കൊണ്ടാണോ എന്താണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇത്രയും കൃഷിശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ട് കുരുമുളകിൻ്റെ ദ്രുതവാട്ടത്തിന് ഒരു മറുമരുന്ന് കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വയനാട്ടിലൊക്കെ ഇപ്പോഴും കിൻഡൽ കണക്കിന് പറിച്ചിരുന്ന കുരുമുളക് പറിച്ചിരുന്ന കർഷകനൊക്കെ ഇപ്പോൾ കിലോ പോലും ഇല്ല. എൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. കുരുമുളക് പാടെ പോയിരിക്കുകയാണ്. വെച്ച് പിടിപ്പിക്കുന്നു. എല്ലാ വർഷവും പുതിയ ഇനങ്ങൾ കൊണ്ടുപോകുന്നു, പുതിയ ഇനങ്ങളും വെച്ച് പിടിപ്പിക്കുന്നു. പിന്നെ പന്നിയൂരിൻ്റെ പുതിയ ഇനങ്ങൾ വെച്ച് പിടിപ്പിച്ച് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് ഉണങ്ങിപ്പോവുക. ഓരോ വർഷം വിചാരിക്കും ഇനി നടരുതെന്ന്, എന്നാലും കൊണ്ട് നടും. ഇപ്പം കാട് വെട്ടുന്ന മെഷീനും കൂടി വന്നതോടുകൂടി ഉണ്ടാവുന്നതിൻ്റെ തലപ്പ് അത് കട്ട് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കാപ്പി കൃഷിയിൽ ഒരു മാതൃകയായിട്ട് നമ്മുടെ വയനാട്ടിലെ ഓരോ കർഷകരും ശരിക്കും വന്ന് കാണണം ഈ തോട്ടം. ഈ കാപ്പിത്തോട്ടത്തിലെ ഓരോ ചെടിയിലും ഉണ്ടായ കാപ്പിയും വന്ന് കാണണം. എല്ലാ വർഷവും മിതമായ രീതിയിൽ കാപ്പി പറിക്കുന്നുണ്ട് ഈ മുഹമ്മദ് ഖാൻ.
മുഹമ്മദ് ഖാ ഒരിക്കലും കാപ്പി പറിച്ച് ഉണക്കിയെടുക്കാറില്ല. അത് മൊത്തത്തിൽ ഒരാൾക്ക് വിറ്റൊഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം പറിച്ച് ഉണക്കാനുള്ള വിഷമം പറിക്കാൻ അറിയുന്ന പണിക്കാരില്ല. പിന്നെ അദ്ദേഹം അതിൽ താല്പര്യം കാണിക്കുന്നില്ല. ഈ 2025 ഞാൻ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ പോയിട്ടെടുത്ത വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അദ്ദേഹത്തിന് വളമിടേണ്ട രീതി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും അദ്ദേഹം കാപ്പിക്ക് 1 വർഷം ഫാക്ടംബോസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഈ ചെടി ഇത്ര നന്നായിട്ട് പച്ച പിടിച്ച് വളരുന്നു എന്നുള്ളത് അത്ഭുതമാണ്. അതിന് മുഹമ്മദ് ഖാൻ എന്നോട് പറയുന്നത്, അദ്ദേഹം എല്ലാ വർഷവും തെങ്ങിന് ഒരു 2.5 മീറ്റർ അകലത്തിൽ ചുറ്റും തുറന്ന് അതിൽ 2 ചാക്ക് ചാണകം, എല്ലാ ചെറിയ തെങ്ങായിക്കോട്ടെ വലിയ തെങ്ങായിക്കോട്ടെ 2 ചാക്ക് ചാണകം, അതുപോലെ ജൈവവളങ്ങൾ, പിന്നെ ഈ മരങ്ങളുടെ എല്ലാ കമ്പുകളും തെങ്ങിൻ്റെ ഓലയടക്കം അതിൽ വെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അത് കാപ്പിക്ക് കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും കാപ്പിക്ക് ആ വളം ലഭിക്കുന്നുണ്ട്. ഒരൊറ്റ ചെടിയും ഒരു മഗ്നീഷ്യത്തിൻ്റെ കുറവോ ഒന്നുകൊണ്ടും അതിൻ്റെ ഇല കരിഞ്ഞു പോയിട്ടോ ഇല മഞ്ഞളിപ്പോ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. അത്രയ്ക്കും പച്ച പിടിച്ച് നല്ല ഒരു കാപ്പിത്തോട്ടമാണ് നമുക്കവിടെ കാണുന്നത്. എനിക്ക് അത്ഭുതമായി. ഞാൻ പിന്നെയും ചോദിച്ചു, വല്ല കോംപ്ലക്സ് ഞാൻ വേറെ വാങ്ങിയിടുന്നുണ്ടോ? ഒന്നുമില്ല, ഒരു ഫാക്ടംബോസ് മാത്രമേ അദ്ദേഹം വാങ്ങിയിടുന്നുള്ളൂ. ഈ വർഷം ഇട്ടിട്ടില്ല, സെപ്റ്റംബർ കഴിയട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത്. ഇത് നമുക്കൊരു മാതൃകാ കാപ്പിത്തോട്ടമാണ്. ഇത് ഇവിടെ വരാൻ ആർക്കും ഒരു വിഷമമില്ല. യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിലാണ് ഒരു ടോൾ ഗേറ്റ് ഉള്ളത്. വാഹനങ്ങൾക്ക് ടോൾ പിരിക്കുന്നത്, ചുങ്കം പിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വളാഞ്ചേരിക്ക് എടുത്ത് എത്താവുന്ന ഇവിടെ മാത്രമാണ് ഒരു ടോൾ ഗേറ്റ് ഉള്ളത്. ഈ ടോൾ ഗേറ്റിൻ്റെ ഇടത് വശത്താണ് ഈ കാപ്പിത്തോട്ടം. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഈ ടോൾ ഗേറ്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഈ ടോൾ ഗേറ്റിൻ്റെ തൊട്ടടുത്താണ് മുഹമ്മദ് ഖാൻ്റെ കാപ്പിത്തോട്ടം. ആര് പോയാലും എപ്പോൾ പോയാലും അദ്ദേഹം സ്വീകരിച്ചിരുത്തും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു പാരമ്പര്യ കർഷകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തെങ്ങിൻ്റെ ഒക്കെ ധാരാളം കായ്ഫലങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് 2 തെങ്ങുണ്ട്. ഇൻ്റർലോക്ക് ചെയ്തതിൻ്റെ ഇടയിൽ അധികം വളപ്രയോഗമൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് 2 തെങ്ങുണ്ട്. 2ഉം ചെന്തെങ്ങാണ്. ആ ചെന്തെങ്ങിന് തായ്തടിയിൽ ചെറിയൊരു കേട് വന്നിട്ടുണ്ട്. അത് ആ വീഡിയോയിൽ കാണാം. ഈ മുത്ത് എന്ന് പറയുന്ന ഈ കർഷക തൊഴിലാളി 2 നാടൻ തെങ്ങിനങ്ങൾ അതിൻ്റെ മെരട്ട് കുഴിച്ചിട്ടിരിക്കുന്നു. എനിക്കത് അത്ഭുതം തോന്നി. നമ്മളാരും ഇത്രയും കാലം കൃഷി ചെയ്തിട്ട് കേടുവന്ന തെങ്ങിൻ്റെ അടിയിൽ മറ്റൊരു തെങ്ങ് വെച്ച് പിടിപ്പിക്കാറില്ല. ഇതാ തെങ്ങിനോട് ചേർന്ന് ഇപ്പം നമ്മൾ മുരുക്കൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലൊരു പ്ലാവിൻ്റെ തൈ, ഒരു ചക്കക്കുരു കുഴിച്ചിടൂലേ, അല്ലെങ്കിൽ ഒരു സിൽവർ ഓക്ക് കുഴിച്ചിടില്ലേ, അതുപോലെ തെങ്ങിൻ്റെ മിരട്ട് തന്നെ തെങ്ങ് കുഴിച്ചിട്ടിട്ട് അത് സാധാരണ പറമ്പിൽ വളർന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നു. ഇതൊരു മാതൃകയാക്കണം. ഇത് കോഫി ബോർഡ് ഇത് കോക്കനട്ട് ബോർഡ് കാണണം. ഇതൊരു മാതൃകയാക്കാവുന്നതാണ്. നമ്മൾ തെങ്ങിനെ വിട്ടിട്ടാണ് മറ്റൊരു തെങ്ങിൻ തൈ നടാറ്. ഇവിടെ എങ്ങനെ ഈ തെങ്ങ് വളർന്നു? വെളിച്ചമുണ്ട്, സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് നന്നായിട്ട്. വളം ചെയ്യാനുള്ള സ്ഥലം അവിടെ ഇല്ല, ഇൻ്റർലോക്ക് ചെയ്തിരിക്കുക. എന്നിട്ട് പോലും ആ തെങ്ങ് എങ്ങനെ അവിടെ വളർന്നു? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മനുഷ്യൻ്റെ സ്പർശം, മനുഷ്യൻ്റെ സമീപനം, കാറ്റ്, വെളിച്ചം, ഇവ കൃത്യമായി കിട്ടുകയാണെങ്കിൽ, നല്ല പരിചരണം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെടികൾ വളരും. തഞ്ചാവൂരിൽ നിന്ന് വന്ന മുത്തു എന്ന കർഷകനാണ്, കർഷക തൊഴിലാളിയാണ്. ഞാൻ ആദ്യം പോകുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പോകുമ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. തഞ്ചാവൂരിൽ ഒരു കാപ്പിച്ചെടി പോലും ഇല്ലാത്ത നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് കാപ്പിത്തോട്ടത്തിലെ കൃഷിപ്പണി പഠിച്ച്, തെങ്ങിൻ്റെ കൃഷിപ്പണി പഠിച്ച്, കുരുമുളക് കൃഷിയെപ്പറ്റി പഠിച്ച്, ചേമ്പും വാഴയും എല്ലാം ഈ ഒരൊറ്റ കർഷക തൊഴിലാളിയാണ് ഇവിടെ ചെയ്യുന്നത്.
പോരാത്തതിന് മാത്രമേ പുറമേ നിന്ന് പണിക്കാരെ വിളിക്കുള്ളൂ. എനിക്ക് ഏറ്റവും അത്ഭുതം വന്നത്, ഞാനത് പറഞ്ഞു കൊടുത്തതുപോലെ, ഈ കാപ്പിച്ചെടിയെ പരിചരിക്കുന്ന ഈ മുഹമ്മദ് ഖാനെ ലോകം അറിയണം, കാപ്പി കൃഷിക്കാർ അറിയണം. ഇതൊരു മാതൃകാ കൃഷിത്തോട്ടം തന്നെയാണ്. ഇതൊരു കാപ്പിത്തോട്ടം. ഇത് നാട്ടിലുള്ള എല്ലാ തെങ്ങ് പറമ്പ് കൃഷി ചെയ്യുന്ന എല്ലാവരും, കാട് പിടിച്ച് കിടക്കുന്ന തോട്ടങ്ങൾ, ഇതുപോലെ കാപ്പി കൃഷി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതിന് പ്രധാന ഉദാഹരണമാണ്. മണ്ണിനെ എങ്ങനെ സംരക്ഷിക്കാം, ജലം എങ്ങനെ സംരക്ഷിക്കാം, വായു എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ പറമ്പ്. കാരണം ഇവിടെ പെയ്യുന്ന വെള്ളം എവിടെയും ഒഴുകിപ്പോകുന്നില്ല, കുത്തിയൊലിച്ച് പോകാൻ സമ്മതിക്കുന്നില്ല ഈ കാപ്പിയുടെ വേരുകൾ. അവ ഊർന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ തെങ്ങിൻ തടത്തിൽ വീഴുന്ന വെള്ളം, ഈ പറമ്പിൽ വീഴുന്ന വെള്ളമൊന്നും പുറത്തു പോകുന്നില്ല. ചുറ്റുപാടുമുള്ളവർക്ക് നല്ല ഓക്സിജൻ കിട്ടുന്നു, നല്ല കാറ്റ് കിട്ടുന്നു, നല്ല വെളിച്ചം. ഈ പറമ്പ് മുഴുവൻ നല്ല വെളിച്ചമാണ്. കൃത്യസമയത്ത് ചോലയെല്ലാം വെട്ടിയിരിക്കുന്നു. കുരുമുളക് പടർത്തിയിരിക്കുന്നത് മുരിങ്ങമരം, മുരുക്ക്, പ്ലാവ്, മാവ് ഇവയാണ്. അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിൽ കുരുമുളക് വിളവെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നല്ലൊരു കാപ്പി കർഷകനെ, അതും മലപ്പുറം ജില്ലയിലെ കാപ്പി കർഷകനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലും ഈ കാപ്പി കർഷകൻ്റെ വളർച്ചയിൽ എനിക്ക് ഒരു ഭാഗഭാക്കാവാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളെ കൂടി അറിയിക്കാൻ ഈ അവസരം ഞാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഈ കൃഷിത്തോട്ടം നിങ്ങൾക്ക് ദൂരെ വന്ന് കാണാൻ സമയമില്ലെങ്കിലും ഈ വീഡിയോ എങ്കിലും കാണും. നമ്മുടെ കൃഷിത്തോട്ടം ഇതുപോലെ ആക്കിയെടുത്ത് മാറ്റണം. നമ്മുടെ കാപ്പിച്ചെടികളെ ഇതുപോലെ പരിപാലിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.